കുരുന്ന് ജീവൻ പൊലിഞ്ഞിട്ടും അനാസ്ഥ തുടർന്ന് KSEB. സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച കൊല്ലം മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ 9-ാം വാർഡ് വേങ്ങര ഭാഗത്ത് 6 അടി മാത്രം ഉയരത്തിലാണ് വൈദ്യുതി ലൈൻ താഴ്ന്നു കിടക്കുന്നത്. പലതവണ KSEB അധികൃതരെ ധരിപ്പിച്ചിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. തലനാഴിക്കാണ് രക്ഷപ്പെടുന്നതെന്ന് നാട്ടുകാർ ഒരുപോലെ പറയുന്നു. കൊല്ലത്ത് നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മിഥുൻ എന്ന സ്കൂൾ വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരണപ്പെട്ട മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ്. ഇവിടെ അതിനേക്കാൾ അപകടകരമായ ഒരു സാഹചര്യമാണ് KSEBയുടെ അനാസ്ഥയിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ലൈൻ പോകുന്നത് ഏതാണ്ട് 1 മാസമായി ഇതേ അവസ്ഥയാണ്. ഏതാണ്ട് 6.5 അടി മാത്രം ഉയരത്തിലാണ്. അത് ആൾക്കാരെല്ലാം സഞ്ചരിക്കുന്ന റോഡിലൂടെയാണ്. പൊട്ടക്കണ്ണമുക്കെന്ന ഒരു ജംഗ്ഷന് അവിടെ നിന്നും പടിഞ്ഞാറേക്ക് വരുന്ന ഭാഗത്താണ് ഇത്രയും അപകടകരമായ രീതിയിൽ ഇലക്ട്രിക് ലൈൻ പോകുന്നത്. ഈ പോസ്റ്റ് ചാഞ്ഞതോടെയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായത്. 1 മാസത്തിലേറെയായി KSEBക്കാരെ ഇത് കാണിച്ചു, പരാതി നൽകുകയും എല്ലാം ചെയ്തെങ്കിൽ പോലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു കയർ കൊണ്ട് ഈ പോസ്റ്റ് സമീപത്തെ ഒരു തെങ്ങിലേക്ക് കെട്ടി നിർത്തുക മാത്രമാണ് ചെയ്തത്. അത് ശ്രദ്ധിച്ചാൽ മതി, മറ്റപകടമില്ല എന്ന തരത്തിലായിരുന്നു അവർ നൽകിയ മറുപടി. ഇപ്പോൾ നമുക്ക് ഈ പ്രദേശവാസികൾ, ഈ KSEBയിലും മറ്റും പരാതിയുമായി പോയിരുന്ന പ്രദേശവാസികളോടെ തന്നെ ചോദിക്കുക, ഇത് ഇപ്പോൾ എത്രത്തോളം അപകടകരമായ ഒരു അവസ്ഥയാണ്, നിങ്ങളിത് പറഞ്ഞിട്ടും KSEB എന്നുള്ളൊരു സമീപനം എങ്ങനെയാണ്? KSEB ഉദ്യോഗസ്ഥരൊക്കെ വന്നേച്ച് ഇത് കണ്ടേച്ച് പോയിട്ടുണ്ട്. കണ്ടേച്ച് പോയിട്ട് യാതൊരു കുഴപ്പവുമില്ല, ഒരാളിങ്ങനെ കൈ പൊക്കിയാൽ തട്ടത്തില്ല, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതങ്ങനെ കിടന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവർ പോകുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പ്രദേശവാസികൾക്കെല്ലാം പേടിയാണ്. കാര്യം കുട്ടികളൊക്കെ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാനും അല്ലാതെ ഉള്ള കളികളൊക്കെ കളിക്കാനായിട്ട് ഇവിടെ കുട്ടികൾ ഒരുപാട് ആയിട്ട് എത്തും. അവരൊരു 10-15 കുട്ടികളുണ്ട്, എല്ലാം കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ചെറിയ വാഹനം പോലും ഇതുവഴി പോകാൻ പറ്റത്തില്ല. വാഹനം ഞങ്ങൾ ഈ വയലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചീനി ആയാലും മരച്ചീനി, വാഴക്കൊല അതൊക്കെ എടുക്കാനായിട്ട് വണ്ടി വരും. വണ്ടി ഇപ്പോൾ കുറേ നാൾ കൊണ്ട് ഇറങ്ങി വരുന്നില്ല ഈ ലൈൻ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന പോകാൻ. ഇത്ര അപകടകരമായിട്ടും പൂർണ്ണമായ ഒരു അനാസ്ഥ തന്നെയല്ലേ KSEBയുടെ ഭാഗത്തുനിന്ന്? തീർച്ചയായിട്ടും ഞങ്ങൾ അയൽവാസികൾ, ഞങ്ങൾ ഈ പ്രദേശവാസികൾ ഒരുപാട് പരാതികൾ നൽകി കഴിഞ്ഞു. അതിൻ്റെ തെളിവുകളൊന്നും അവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ പരാതി പുസ്തകത്തിൽ പരാതിയൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. പരാതി ഒരുപാട് ഇവിടെ താമസക്കാരായിട്ടുള്ള ആൾക്കാർ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. അവരിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തു തന്നെയാലും വളരെ അപകടകരമായ അവസ്ഥയാണ്. ചേട്ടനൊന്ന് കൈപൊക്കിയാൽ വേണേൽ മുട്ടാവുന്ന ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. ഇതിലും താന്നാണ് അല്പം അങ്ങോട്ട് മാറിയാൽ. ചേട്ടൻ്റെ ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ട്രെഞ്ച് വെട്ടാൻ വന്നപ്പോൾ ആ ഉദ്യോഗസ്ഥരെ വിളിച്ചോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കാണിച്ച അതിലൊരു എഞ്ചിനീയറാണ് ഉദ്യോഗസ്ഥൻ പിന്നെ ഫോട്ടോയും എടുത്ത് കൊണ്ടുപോയിട്ട് അയാൾ ചോദിച്ചത് നിങ്ങൾ അവിടെ കൊണ്ട് അപേക്ഷ കൊടുത്തില്ലയോ എന്ന്. ഞങ്ങൾ പറഞ്ഞ അപേക്ഷയും കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ അവിടെ അറിയിപ്പിക്കാം എന്നും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. മെനഞ്ഞ 4-ാമത്തെ നാൾ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഇത്തരമൊരു അപകടം സമീപത്ത് തന്നെ ഉണ്ടായിട്ട് പോലും ഇത് അറിഞ്ഞ KSEBക്കാർ അനങ്ങുന്നില്ല. അതിൽ മെനഞ്ഞാന്ന് പൊട്ടക്കണ്ണം മുക്കി വെച്ച് അതിലെ ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ കണ്ടപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് കയറ് കൊണ്ട് കെട്ടി വെച്ചേക്കുന്നതല്ലേ ഇപ്പോഴെങ്കിലും ഒരു കുഴപ്പവും വരുത്തില്ലെന്ന് ആ ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം അപകടത്തിൽ നിന്ന് കുട്ടികൾ തലനാഴിലേക്ക് രക്ഷപ്പെട്ടെന്ന് പറയുന്നു. ഒരു കുട്ടി കമ്പെടുത്ത് വെച്ച് തട്ടി തീ മിന്നി അപ്പോഴേ പെട്ടെന്നാണ് പിടിച്ചു മാറ്റിയത്. അല്ലായിരുന്നെങ്കിൽ അന്ന് ആ കുട്ടി അന്ന് അപകടങ്ങൾ പറ്റിപ്പോയതിനെ. ഈ വീട്ടിലെ കുട്ടിയാണ് അന്ന് കമ്പ് വെച്ച് തട്ടിയത്. ഇതുതന്നെയാണ് വളരെ അപകടകരമായ അവസ്ഥ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇത്രയൊക്കെ സാഹചര്യം ഉണ്ടായിട്ടും അതിന് പരിഹാരം കാണാൻ, അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നം, അത് പരിഹരിക്കാൻ നടപടി ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ്. ആ പോസ്റ്റ് ഒരു പക്ഷേ ഉയർത്തി സ്ഥാപിക്കേണ്ടി വരും. അത് ജോലിയുള്ള അല്പം മെനക്കെട്ട പണിയായതുകൊണ്ടാവണം KSEBക്കാർ ഇത്തരത്തിൽ അനാസ്ഥ കാണിക്കുന്നത്. പക്ഷേ ആ ഒരു ചെറിയ മെനക്കേടിൻ്റെ പേരിൽ അവർ അനാസ്ഥ കാണിക്കുമ്പോൾ അടുത്ത ഒരു ജീവൻ പൊലിയാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നുള്ളതാണ് വാസ്തവം. എത്ര ദുരന്തങ്ങൾ സംഭവിച്ചാലും പാഠം പഠിക്കാത്ത അധികൃതരും ഭരണകൂടവുമാണ് ഉള്ളത് എന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.